ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവുമായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേ ആരാധിപ്പാനായി ഈ ആലയത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഈ ആലയത്തിലും വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഇവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിൻ്റെ കൃപ അധികമായിട്ട് പകരണമേ. ദൈവമായ കർത്താവേ, വിവാഹ ജീവിതവും കുടുംബ ജീവിതവും ഒക്കെ ദൈവത്തിൻ്റെ ദാനമെന്ന് എണ്ണിക്കൊണ്ട് പവിത്രമായ ആ ജീവിതാനുഭവങ്ങളിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഇവിടെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആദ്യോടന്തം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണമേ. മഹത്വം അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ നാമസ്തുതിക്കും പുകഴ്ചയ്ക്കുമായിട്ട് ഞാൻ കീർത്തനങ്ങളിൽ 233 പാട്ട് നമുക്ക് പാടാം. കീർത്തനം 233.
ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങളെ വിനയമായി ഏറ്റുപറയാറുണ്ട്. നമ്മുടെ വാക്കിൽ, നമ്മുടെ ചിന്തയിൽ, ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നോട്ടത്തിൽ, കർത്താവെ അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് മനസ്സിലുണ്ടാകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധമായ ആലയത്തിൽ അങ്ങേ ആരാധിപ്പാനായി ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ടവരായി അനുരഞ്ജനത്തിലൂടെ അങ്ങുമായി കർത്താവെ ബന്ധം സ്ഥാപിച്ച് അങ്ങ് ആരാധിപ്പാൻ, ഞങ്ങളുടെ ബന്ധങ്ങളെ പുതുക്കിയെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ നമുക്ക് ദൈവത്തോട് വിനയമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരെയും ദിവസങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചെറുതല്ല. സർവശക്തിയും മഹാകരുണാകർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തങ്ങളിൽ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചനം സൂക്ഷിച്ചായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നൽകാം. കർത്താവിനെ സ്തുതിപ്പിൻ. 95-ാം സങ്കീർത്തനം. വരുവിൻ, നാം യഹോവയ്ക്ക് ഘോഷിക്കാം, നമ്മുടെ രക്ഷകനായ ആരാധിക്കുക. ദൈവമല്ലോ, അവൻ സർവ്വദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മലയിരിക്കുന്നു. അവനും നമ്മുടെ ദൈവമാകുന്നു, നാമവും അവന്റെ ജനവും അവന്റെ കൈയിലെ ആളുകളും തന്നെ. പരിശുദ്ധാത്മാവിനും ഉണ്ടാകട്ടെ. നാം ഇപ്പോൾ തന്നെ ഇന്നത്തെയുള്ള സംഗീതം വാക്യപ്രതിവാക്യം നമുക്ക് വായിക്കാം. ഇന്ന് കാലത്തിന് നിശ്ചയിച്ച പ്രത്യേക സങ്കീർത്തനം 127. 127-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും മുതലഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. അവയെ കൊണ്ട് തന്റെ ആവനാഴികൾ അനുസരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയോട് പ്രത്യക്ഷ പോവുകയില്ല. ദാവനം കുത്തുന്ന പരിശുദ്ധാത്മാവിനെ പുറത്തുണ്ടാകട്ടെ. ഈ സമയത്ത് ഒന്നാം പ്രാർത്ഥന.
ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങൾ കേൾക്കുകയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നതെന്നല്ല, ഞാൻ അവന് തക്കതായ ഗുണം ഉണ്ടാക്കി കൊടുക്കും എന്നരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ മൃഗങ്ങളെയും നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായിരുന്ന കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു കാടുന്നതിന് വരുത്തി. അവൻ ഇറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയതില്ലതാനും. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പലരെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാനും നമ്മുടെ നാട്ടിന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും തിരുമുമ്പിൽ ശുദ്ധിയും നീതിയും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപാകരമെന്ന് പ്രഭാകരൻ വിളിക്കപ്പെടും. വഴി വിളിക്കുവാനും ഇവിടെയും മരണത്തിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാര്യങ്ങളെ സമാധാനത്തിൽ നടത്തേണ്ടതിന് രണ്ടാം പാഠം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള എബ്രായർ 13 1 മുതൽ 6 വരെ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ അതുപോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവനെയും ഓർത്തുകൊള്ളുകയും. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവും ആയിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ രണ്ടാം പാഠം.
ദൈവമായ കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ജീവൻ ചെയ്യുന്നതിനുള്ളതാകുന്നല്ലോ. അങ്ങയുടെ വചനം ധ്യാനിപ്പാനായിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ വായിലെ മാത്രം എൻ്റെ മക്കൾക്ക് വീട്ടിലെ ധ്യാനം എപ്പോഴും അങ്ങേക്ക് പ്രസാദകരമായി മാറാകണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും കടന്നു വന്ന ദൈവത്തെ ആരാധിക്കാനായിട്ട് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരുതുകയാണ്. ഈ ദേവാലയത്തിലും മറ്റിടങ്ങളിലും വരുന്ന ആരാധനയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരുതുന്നു. നമ്മുടെ പ്രതികൂലമായ അവസരത്തിൽ മാറി നാം ഒന്നിച്ച് കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ആയിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് സഭയായി നമുക്ക് ചിന്തിപ്പാനായി ലഭിച്ചിരിക്കുന്ന വിഷയം വിവാഹം എന്നതാണ്. Marriage is the celebration of covenant. വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. എന്നാൽ എത്രത്തോളം ഈ ദേവാലയത്തിലിരിക്കുന്നവർക്ക് പ്രസക്തമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വലനം ഈ ദേവാലയത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് പ്രവേശിച്ച ചിലരും ഈ ദേവാലയത്തിൽ ഉണ്ടല്ലോ. മാത്രമല്ല, ഇതിനെ കേൾക്കുന്നവരായ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അവരെയും ഈ വചനത്താൽ കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. CSI സഭയുടെ വിവാഹ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതൻ വിവാഹത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് കേട്ട് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ ഹിതമാകാനോ പറയുന്നത്. നാം ഇപ്രകാരം ഒരു വാചകം വായിക്കുന്നുണ്ട്. യേശുദാനിലെ കനാലിന്റെ കല്യാണത്തിൽ എഴുന്നള്ളി അതിനെ അലങ്കരിച്ച് ഭംഗി വരുത്തി കർത്താവിന്റെ സാന്നിധ്യമായി ഉള്ളതായിട്ട് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ലോകത്തിൽ ഉള്ളതായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ദിവ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പിന്നീട് 3 കാര്യങ്ങൾ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുക. മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിന് പ്രതിക്രിയാനുള്ള വികാരങ്ങളും ജാതികളും പരിശുദ്ധമായ നിർമ്മലമായ നേർപാതയിൽ നടത്തപ്പെടേണ്ടതിന്, മൂന്നാമത് കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനുമായി വിവാഹം നിയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് ക്രൈസ്തവരായി നാം, പ്രത്യേകിച്ച് CSI വിശ്വാസികളായി നാം വിശ്വസിക്കുന്നത് marriage is instituted by the Lord Almighty. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ഓർഡർ ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന് നാം മനസ്സിലാക്കണം. നാം വായിച്ച പാഠഭാഗങ്ങളിൽ എല്ലാം തന്നെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. 22 അധ്യായത്തിലൂടെ പറയുന്നത് മനുഷ്യനും സ്ത്രീയും ഒരേ ദേഹമായി തീരുന്ന അനുഭവത്തെ കുറിച്ച് അറിയിക്കുന്നു. യേശുവിനോട് പരീക്ഷന്മാർ ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട്, ദൈവം കൂട്ടി ഒളിപ്പിച്ചവരെ ആരും ഓർമ്മിക്കുന്നത്. ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് വിവാഹം എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നത് മാറ്റങ്ങളുടെ ലോകത്താണ്. ഒരു കാലഘട്ടത്തിൽ നാം പവിത്രമായി കരുതിയ പലതും ഇന്നത് ഇല്ലാതെയായിരുന്നു. സഭ്യമായി കരുതിയ പലതും ഇന്ന് അസഭ്യമായി തീരുന്നത് നമുക്ക് കാണാനായി കഴിയും.
ഇത് വിവാഹത്തിലും സംഭവിക്കുന്നുണ്ട്. സാമൂഹിക ശാസ്ത്രജ്ഞന്മാര് ഈ കാലഘട്ടത്തെ വിവരിക്കുവാനായിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും സുഖിക്കുകയും സന്തോഷിക്കുകയും നമുക്ക് നമ്മുടേതായ ഒരു ജീവിത ലക്ഷ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവര് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, മാക്സിമൈസേഷൻ ഓഫ് പ്രഷർ, സുഖിക്കുവാനായിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം. അതുകൊണ്ട് മനുഷ്യൻ സ്വാർത്ഥതകളായിത്തീരുന്നു. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ച് സ്വാർത്ഥപരമായ സുഖത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമുള്ള കാലഘട്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലും അവരുടെ ജീവിതത്തിന്റെ സുഖം വർദ്ധിപ്പിക്കുവാനായിട്ട് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. രണ്ട്, നമ്മൾ കാണുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അഥവാ വിനോദ സംസ്കാരങ്ങളുടെ വിനോദ വ്യവസായങ്ങളുടെ വളർച്ച. തിന്നിലഭിക്കുക ആനന്ദിക്കുക എന്ന് പറയുന്ന എപ്പിക്യൂറിയസിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയുടെ നേർക്കാഴ്ചയാണ്. ഇതെല്ലാം നമ്മുടെ വിവാഹമെന്ന സങ്കല്പത്തെ, കുടുംബമെന്ന സങ്കല്പത്തെ, അതിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഡിവോഴ്സുകൾ കൂടുതലായി വർദ്ധിക്കുവാൻ കാരണം. ഒരു മനുഷ്യൻ തന്റെ തന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പായുമ്പോൾ ഒരുപക്ഷെ പങ്കാളിയെ മറന്നു പോകുന്നു, കുടുംബങ്ങളെ മറന്നു പോകുന്നു, മാതാപിതാക്കളെ മറന്നു പോകുന്നു എന്ന് നമുക്കറിയാം. ഇത് നോക്കുക, യേശു പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അവർ മുതൽ രണ്ടല്ല ഒരു ദേഹമത്രയെന്ന് പറയുന്നു. വിവാഹത്തെ കുറിച്ച് വളരെ വ്യക്തമായി വർണ്ണിക്കുന്നത് എഫേസ്യലേഖനത്തിലുണ്ട്. അതിന്റെ 5-ാം അധ്യായം 22 ഭാഗങ്ങൾ വായിക്കുമ്പോൾ വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തോടെ ഞാൻ ഓർമ്മിക്കുന്നത് ഇതിനെ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ദൈവം നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ദീനത്തിലും ദാരിദ്ര്യത്തിലും ഇങ്ങനെയാണ് നാം സോഷ്യലിൽ പ്രവേശിച്ചവർക്കറിയാം. അവരെടുക്കുന്ന ഒരു കമന്റുണ്ട്, അതിലൊരു പ്രഖ്യാപനം ഇങ്ങനെയാണ്: സുഖത്തിലും ദുഃഖത്തിലും ദീനത്തിലും എല്ലാം തന്നെ, ദാരിദ്ര്യത്തിലും എല്ലാം തന്നെ നമ്മൾ ഒന്നിച്ച് വലിയൊരു പ്രഖ്യാപനം. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം പറയുന്നത്, യേശു കർത്താവ് പറയുന്നത് പ്രകാരമാണ്. നാം ഒരപ്പനെയും അമ്മയോട് ഭാര്യയോട് പറ്റിച്ച് രണ്ട് വാക്കുകളാണ്: ലീവിങ് ആൻഡ് ക്ലീനിങ്. വിടുക, പറ്റിച്ചെടുക. ഈ പറ്റിച്ചെടുക എന്നുള്ള വാക്കിന്റെ റൂട്ടിലേക്ക് നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് പോയാൽ അത് ഈ പ്രകാരമാണ്: യോഗി ടുഗദർ. യോഗ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കർഷകർ നിലമുഴുവാനായിട്ട് ഉപയോഗിക്കുന്ന കലപ്പയാണ് യോഗ എന്ന് പറയുന്നത്. പറ്റിച്ചെയ്യുക എന്നുള്ള വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥമാണ് യോഗിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരു ദുഃഖത്തിൽ ആയിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാം, നിലമുഴുവാൻ കാളയെയോ അല്ലെങ്കിൽ പോത്തിനെ അതേപോലെയുള്ള മൃഗങ്ങളെ, അധികാരികളെ മൃഗത്തിന്റെ കീഴിൽ അത് കെട്ടി നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ യജമാനന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ മുമ്പോട്ട് നീങ്ങുവാനായിട്ട് സാധ്യമാകുള്ളൂ. ഈ രണ്ട് കഥകൾ അല്ലെങ്കിൽ ഈ രണ്ട് മൃഗങ്ങളാണ് അവരുടെ ഭാര്യയിൽ
വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു ഇതേപോലെയുള്ള ഭാര്യകൾ വഹിച്ചുകൊണ്ടുള്ള മുമ്പോട്ടുള്ള ഒരു യാത്രയാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? 3 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, ആത്മീയമായ സ്പിരിച്വൽ ഷെയറിംഗ്. മനുഷ്യ ഭൗതികം മാത്രം പോരാ, ആത്മീയമായ ജീവിതത്തെ സന്തോഷവും സമാധാനം കണ്ടെത്തുവാൻ അവൻ ആത്മീയമായ ജീവിതമുണ്ട്. ഒരു ഭാര്യയും ആത്മീയ ജീവിതം പങ്കെടുക്കുന്നവരായി മാറണം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു ദൈവത്തെ ആരാധിക്കുന്നവരും ഒന്നിച്ചു ദൈവവുമായി ബന്ധമുള്ളവരും ദൈവത്തിൽ ആയിരിക്കുന്നവരുമായി വരുന്നത് ആവശ്യമാണ്. 2, ഇമോഷണൽ ഷെയറിംഗ്. വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും സ്നേഹത്തിന്റെയും ദുഃഖത്തിലും സന്തോഷത്തിലും സംഘാതത്തിലും പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരനുഭവം ഭാര്യാഭർത്താക്കന്മാർക്കുണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി വരുന്നത്. അതുകൊണ്ട് സ്നേഹവും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒന്നും പരിശോധിക്കാതെ രണ്ടുപേരും അതിൽ ഭാഗമാക്കാവുന്ന ഒരു അനുഭവത്തിൽ മാത്രമേ വിവാഹം ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുമെന്ന് ഉറപ്പിക്കട്ടെ. 3, ഫിസിക്കൽ ഷെയറിംഗ്. ശാരീരിക ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന അനുഭവങ്ങൾ. നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. പങ്കാളികൾക്ക് ക്ഷീണം സംഭവിക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകുന്ന പങ്കാളികളെ നാം കാണുന്നു. അല്ലെങ്കിൽ പങ്കാളികളെ രോഗം വരുമ്പോൾ അവരെ കൊണ്ടുകളയുന്ന വാർത്തകൾ നാം മാധ്യമങ്ങളിലൂടെ കേൾക്കാറുണ്ട്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരുന്നു ഒരു മുഖത്തിന്റെ കീഴിലായിരിക്കുവാനായിട്ടാണ് ദൈവം ഭാര്യഭർത്താക്കന്മാരെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് ആ ദുഃഖം വിട്ട് ഓടിപ്പോകാൻ നമുക്ക് സാധ്യമല്ല. മുഖത്തിന്റെ കീഴിൽ പരസ്പരം പങ്കുവച്ച് ജീവിക്കുന്ന സ്നേഹവും സന്തോഷവും ആത്മീയതയും ശാരീരികമായ എല്ലാ അവസ്ഥകളും പങ്കുവയ്ക്കുന്ന ഒരനുഭവമാണ് ഭാര്യഭർത്താക്കന്മാരെ കുറിച്ച് ദൈവം തോന്നാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം അത് നമ്മളെ പഠിപ്പിക്കുമെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാം മനുഷ്യരാണ്. ജീവിതത്തിൽ ബലഹീനതകളും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരാം. തകർച്ച നമ്മുടെ എല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് സാമ്പത്തികമായ തകർച്ചകളാകാം, അല്ലെങ്കിൽ ധാർമ്മികമായ തകർച്ചകളാകാം, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള തകർച്ചകളാകാം. അതൊരിക്കലും നമ്മെ ഡിവോഴ്സിലേക്ക് വേർപിരിയിലേക്ക് എത്തിക്കുന്നത് അത് എന്ത് ചെയ്ത് പോകുവാനായി നമുക്ക് സാധിക്കണം. കവോഡ് മാസമാൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അദ്ദേഹം എന്തുകൊണ്ടാണ് വിവാഹങ്ങൾ തകർന്നു പോകുന്നതെന്ന് പറയുന്നത്. 3 കാരണങ്ങളാണ് പറയുന്നത്. പ്രധാനമായി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഫ്ലിക്റ്റുകളാണ്. തമ്മിൽ പരസ്പരമുള്ള പ്രശ്നങ്ങളാണ് വിവാഹ മോചനത്തിലേക്ക് ദമ്പതിമാരെ നയിക്കുന്നത്. അതെങ്ങനെ പരിഹരിക്കാൻ അവർക്ക് പറ്റാതെ പോകുന്നു. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിച്ചു പോകേണ്ടത് കുടുംബത്തിന്റെ ഘടകങ്ങളാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം കാണുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലാണ്. നാം അബ്രഹാമിന്റെ യുവതിയുടെ കഥ നമുക്കറിയാം. അവര് കൽവരുടെ പട്ടണമായ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ടവരാണ്. അവർ ഹാരാനിൽ താമസിച്ചു. അവിടെ നിന്ന് 13 വായിക്കുമ്പോൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അബ്രഹാമിന്റെ സർക്കാരിയായി അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലോത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. കനാനിൽ വന്ന് പാർക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. 2 പേർക്കും ആളുകളുണ്ടായി. അന്നത്തെ സമ്പത്തിന്റെ അടയാളം എന്ന് പറയുന്നത് കന്നുകാലികളുടെ വർധനയായിരുന്നു. എത്രത്തോളം ഉണ്ടോ അതായിരുന്നു സമ്പത്തിന്റെ അല്ലെങ്കിൽ വളർച്ചയുടെ അളവ് പോലും പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇരുവരെയും അനുഗ്രഹിച്ചു. ഇരുവർക്കും ഇടയന്മാരുണ്ടായി, ഇരുവർക്കും ആളുമാടുകളുണ്ടായി, ദാസിദാസന്മാരുണ്ടായി. അവർ പരസ്പരം ഒന്നിച്ച് പോകുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ ലോത്ത് വന്ന് അബ്രഹാമിനോട് പറയുന്നുണ്ട്, നമുക്ക് ഈ എങ്ങനെ മുമ്പോട്ട്
നാം തമ്മിൽ സഹോദരന്മാരല്ലേ. നമുക്ക് ഈ അന്യദേശത്ത് വന്ന് അടിപിടിക്കുവാനായി സാധ്യമല്ല. അതുകൊണ്ട് നീ ഇടത്തേക്ക് ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ട് നീ ഇടത്തോട്ട് പോയിക്കൊള്ളാം. നാം തമ്മിൽ സഹോദരന്മാരല്ലയോ. അവിടെ അബ്രഹാമിന്റെ പിതാവ് പിതൃഭൂമിയായ മനുഷ്യനാണ്. അബ്രഹാം സീരിയസായ മനുഷ്യനാണ്. പക്ഷേ ലോകവുമായി അനുരഞ്ജനപ്പെടുവാനായിട്ട് ലോകത്തിന്റെ കൂടാരങ്ങളിലേക്ക് നമ്മളോട് പറയുകയാണ്, നാം തമ്മിൽ സഹോദരന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ പരിഹരിക്കണം. നമുക്ക് പോകാനായിട്ട് സാധ്യമായിട്ട് പറയുന്നില്ല, ഞാൻ ജീവിച്ചെടുത്തോട്ട് വന്നവനാണ്, ഞാൻ കാരണമാണ് എനിക്ക് എല്ലാം ഉണ്ടായത്, ഞാനെല്ലാം തന്നത്, ഞാൻ എൻ്റെ അപ്പന്റെ തുല്യ സ്ഥാനപ്രവൃത്തിയാണ്. അതുകൊണ്ട് നീ എൻ്റെ അടുത്തുള്ള അബ്രഹാം നിരൂപിക്കുന്നില്ല. മറിച്ച് അബ്രഹാം ലോകവുമായി അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അബ്രഹാം തയ്യാറായി. അങ്ങനെയുള്ള പ്രശ്നം അവരെ പരിഹരിക്കുകയാണ്. പ്രശ്നങ്ങളിൽ നമ്മുടെ എല്ലാവരും ജീവിതത്തിലുള്ള ഞാൻ സൂചിപ്പിച്ച എഴുത്തുകാരൻ പറയുന്നത് അത് പരിഹരിക്കാൻ പറ്റാതെ പോകുന്നത് 3 കാരണങ്ങളുണ്ടാണ്. അതായത് 3 വാചകങ്ങൾ, വാക്യങ്ങൾ അല്ലെങ്കിൽ 3 വാക്കുകൾ അതിനാണ് ഉപയോഗിക്കുകയാണ്. ഒന്ന് എസ്കലേഷൻ എന്നുള്ള പദം. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം നെഗറ്റീവായി പറയുമ്പോൾ അതിന് തക്ക മറുപടി കൊടുക്കുന്ന പങ്കാളി കണ്ടിട്ടുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അദ്ദേഹം കൊടുക്കുന്നത് ഒന്ന് എസ്കലേഷൻ, പകരത്തിന് പകരം പറയുക, പകരത്തിന് പകരം ചെയ്യുക. ഇതൊരിക്കലും ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കില്ല. രണ്ടാമത്തെ ഒരു വാക്കുണ്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമായി തോന്നിക്കാതിരിക്കുക. ഒരാൾ ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഒരാൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ പറയുകയാണ്, എന്നാൽ കേട്ടു നിൽക്കുന്ന പങ്കാളി അതൊന്നും ഗൗനിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അതൊന്നും ഗൗനിക്കാതെ തന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇതും പ്രശ്നപരിഹാരത്തിന് ഒരിക്കലും സഹായകരമല്ല. മൂന്നാമത്തെ വാക്കുകൾ ഉപയോഗിക്കുന്ന വിഡ്രോവൽ. അവിടെ കോൺവെർസേഷനിൽ സാധ്യതയില്ല. പരസ്പരമായി ഒന്നും പറയാൻ കേൾക്കുവാൻ തയ്യാറല്ല. രണ്ടുപേരും 2 ധ്രുവങ്ങളിലായിരിക്കുന്ന അവസ്ഥ. ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഘടകങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പരിഹരിക്കാൻ പറ്റാതെ വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുന്നത്. ഞാൻ അനുഭവിക്കുന്നത് നമ്മുടെ വീഴ്ചകളും ദുർവശങ്ങളും പരിഹരിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വാസ്തവമായിട്ട് കഴിയണം. നാം യിരെമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 18-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുന്ന അവസരത്തിൽ ദൈവം യിരെമ്യാവിനെ കുറിച്ച് പറയുന്നുണ്ട്, നീ കുശലന്റെ ആലയത്തിലേക്ക് ചെല്ലുക. അവന് മനസ്സിലായില്ല എന്താണ് ഈ ദൈവം ഇങ്ങനെ എന്നോട് പറയുന്നത്. എങ്കിലും പ്രവാചകൻ കുശലന്റെ ആലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കുശലൻ ചക്രത്തിന്മേൽ മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില കളിമണ്ണ് തെറിച്ചു വീഴുന്നു, ചിലത് പൊട്ടി തകർന്നു പോകുന്നു. എന്നാൽ ഈ കുശലൻ മണ്ണെടുത്ത് വീണ്ടും കുഴച്ച് പരിമപ്പെടുത്തി അതിന് വീണ്ടും ചക്രത്തിൽ വെച്ച് മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. യഹോവയായ ദൈവം ഈ യിരെമ്യാവിനോട് മകനെ, ഇസ്രായേലിന്റെ ഇതേപോലെയാണ്, അവർ ഈ കുശലന്റെ കയ്യിലെ കളിക്കുന്ന പോലെയാണ്. തകർച്ചകൾ സംഭവിക്കുന്നുണ്ട്, വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, തെറിച്ചു പോകുന്നുണ്ട്, വീണ്ടെടുക്കുന്നുണ്ട്. എന്നാൽ you are in the hands of your Lord Almighty. നീ നിന്റെ ദൈവത്തിന്റെ കയ്യിലാണ്. As the clay in the hands of the potter, you are in the hands of the Lord Almighty. ഒരു മൺപാത്രം മാത്രമില്ല, കുശലന്റെ കയ്യിൽ എങ്ങനെയാണ് കളിമണ്ണിരിക്കുന്നത് അതുപോലെയാണ് ഇസ്രായേലിനെ നിങ്ങൾ എന്റെ കൈകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ അത് ഭയവർത്തകരമായ ജീവിതങ്ങളെ മാത്രമല്ല, കുടുംബ ജീവിതങ്ങളെ പ്രശ്ന
നമുക്ക് കഴിയുമ്പോൾ ആ കർത്താവാണ് അത് പ്രത്യേകിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമ്മെ സഹായിക്കുന്നത് എന്ന് തീർച്ചയായും ഞാൻ ഓർമ്മയാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനായി ഓർമ്മിച്ചു ഒരു ലോകത്തിലേക്ക് ആണ് പുരുഷനും സ്ത്രീയും ഭാര്യയോടുണ്ടാകും. അതുകൊണ്ട് അത്രത്തോളം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതാവസാനങ്ങളെ ഭാര്യകൾ വഹിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നും മുമ്പോട്ട് പോകാൻ വാസ്തവമായി നമുക്ക് അറിയാൻ കഴിയേണ്ടതാണ്. രണ്ടാമത് ഓർമ്മിച്ചത് എല്ലാ പ്രശ്നങ്ങളും തകർച്ചകളും പരിഹരിക്കുവാനായിട്ട് ദൈവത്തിന് സാന്നിധ്യം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളിലെ വിഷയങ്ങൾ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, സഭയിലെ പ്രശ്നങ്ങൾ, പൊതുവായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളിലെ തകർച്ചകളുമെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് മനോഹരമായ പാത്രം പോലെ പണി തീർക്കുന്ന ദൈവം നമ്മെ പണിതീർത്ത് മനോഹരമാക്കി തീർക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം തമ്പുരാൻ ഈ വചനങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഞങ്ങളെ ഏൽപ്പിച്ച സ്തോത്രം. ദൈവമേ, ദേവാലയത്തിലും മറ്റു ജീവിതങ്ങളെ കുടുംബങ്ങളെ ദൈവസന്നിധിയിലേക്ക് നൽകുവാൻ ദൈവത്തിന്റെ കൈകളെ ഏൽപ്പിച്ച് മനോഹരമായ കുടുംബജീവിതത്തിന്റെ മാതൃകകളായി തീരുവാൻ കർത്താവേ മക്കളെ ഒരുവരെ പ്രാർത്ഥിക്കുന്നു. ഇവർ നമുക്ക് പ്രവർത്തിക്കണമേ. ദൈവം പങ്കെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ സന്നിധികളെ ചൊല്ലാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ അവിടെ നീ ഞങ്ങളെ സ്വത്തോടെ
കൃപ ചെയ്യണമേ. ആമേൻ. ഒന്നാമതായി നമ്മുടെ സംസ്ഥാനം വരെ ധാരണമായ സംഭവങ്ങൾക്ക് സാക്ഷിയായി കഴിയുന്ന ദിനങ്ങളാണ് കടന്നുപോയത്. പ്ലെയിൻ ക്രാഷ് അതേപോലെ മണ്ണിടിച്ചു, കാലാവസ്ഥയുടെ വളരെ പ്രതികൂലമായ അവസ്ഥയിൽ അനേകം മരണപ്പെട്ടു. പ്ലെയിൻ അപകടത്തിൽ മരണപ്പെട്ടു. അവരെ എല്ലാം ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുട്ടികളെ നഷ്ടപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ അവരെ ഓർക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ആദ്യം അറിയിക്കട്ടെ. അടുത്ത ഞായറാഴ്ച സർവീസ് രാവിലെ 9 മണിക്ക് തന്നെ നടത്തപ്പെടുന്നതാണ്. അതിനായിട്ട് നേതൃത്വം കൊടുത്തതിലുള്ള നന്ദി സമയത്ത് അറിയിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ യുവജന സുഹൃത്തുക്കൾ യൂട്യൂബ് സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ കയറി നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിച്ചവരെയും ഓർക്കാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്ന ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓഗസ്റ്റ് 15 എല്ലാ ദിവസവും നമ്മൾ ആഘോഷിച്ച് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് നടത്താറുള്ള സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ സഭയായി നാം നൽകിച്ചേരാറുള്ള ദിവസവും അതിന് മുടക്കമില്ലാതെ നടത്തപ്പെടുന്നതാണ്. ചോദിച്ച് അതിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതാണ്. രാവിലെ 9 മണിക്ക് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടത്തപ്പെടുന്ന കാര്യം ഈ സമയത്ത് ഉറപ്പിടാക്കി 8 മണിക്ക് നടത്തപ്പെടുന്നതാണ്. അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ കാരണം ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ നാം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതിൻ്റെ നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലൂടെ എല്ലാവരെയും അറിയിക്കുന്നതാണ് എന്നോട് ഞാൻ സ്നേഹിതരെ അറിയിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. കാരണമായിട്ടുള്ള പ്രതികൂലമായ അവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ആരെങ്കിലും അതിലേക്ക് ആണെങ്കിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ നമ്പറുകളും പേരും നൽകിയാൽ നമ്മുടെ വേഴ്സ് മാത്രമാണ് അതിൽ അംഗങ്ങളായിട്ടുള്ള യോഗ്യതയുള്ളൂ. അങ്ങനെയുള്ളവരുടെ പേരുകൾ നൽകിയാൽ അവരെ ആണെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ അവരെക്കൂടെ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. അതിനെല്ലാം ഉപരി നമ്മുടെ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഓർമ്മകൾ പ്രാർത്ഥിക്കണം. COVID-19 അതിന്റെ കൊറോണ വൈറസ് രോഗം വളരെയധികം രൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവമേ യാതൊരു ദോഷവും കർത്താവാണ് നമ്മെ കർത്താവ് സൂക്ഷിക്കുന്നു. നമ്മളെ മാത്രമല്ല നമ്മുടെ ദേശത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ട് എല്ലാവരെയും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാവരെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയം മൗനമായി പ്രാർത്ഥനയ്ക്കായിട്ടാണ് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രത്യേക ഈ പ്രഭാതത്തിൽ യാലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. അതിദാരുണമായ സംഭവവികാസം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, മണ്ണിടിച്ചിൽ പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ടു പോയവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടു പോയവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികൾ മരണപ്പെട്ടു പോകുന്നവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആശ്വാസം കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നിയന്ത്രിക്കുന്ന ഗവൺമെന്റ് അധികാരികൾ, ആരോഗ്യ പ്രവർത്തകർ,
ദുരന്ത നിവാരണ സേന, നമ്മുടെ ജനപ്രതിനിധികൾ, നമ്മുടെ ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ, ഇവരെല്ലാം ഓർമ്മ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ ദൈവമേ ഈ വലിയ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ഉതകുന്നതായിട്ടുള്ള ദൈവത്തെ ആകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ പ്രകടിപ്പിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം, സഭയുടെ നേതൃത്വം കൊടുക്കുന്നവരെ ഓർക്കാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി ആരോഗ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യുവതികൾ വാഹനന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യാം. പ്രശ്നങ്ങൾ തന്നെ ഭവനോട് കടന്നു പോകുമ്പോൾ കർത്താവേ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും ഉറവിടമായി കുടുംബജീവിതങ്ങൾ മാറേണ്ടതിനായി കർത്താവേ തകർച്ചകളെ പണിയുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവരുടെ കയ്യിലേക്ക് അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ എന്റെ മക്കളെ ഇടയാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നവരെ ഓർക്കാം, പുതിയ അഡ്മിഷനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്കകളിലായിരിക്കുന്നവരെ ഓർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് രണ്ടാമത്തെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കും. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാദ്യമായി പറയണം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാവിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശ്വാസങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാപുരുഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരവിദ്യാസരുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാസരുടെ അധ്യാപകർക്ക് വേണ്ടിയും നമ്മുടെ വിഷയത്തിന് വേണ്ടിയും അവസരത്തോടും നല്ല മനസ്സാക്ഷിയോടും സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ളവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാത്തവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചത് സദ്ഗുണങ്ങളെ കൈവശമാക്കണം. നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം പറയുന്ന ഏവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയെ ദൈവത്തെ അനുസരിച്ച് ഇപ്പോൾ ശ്രമിക്കുന്ന എല്ലാ ദൈവത്തിന്മാരോടുകൂടെ എന്തെല്ലാത്ത സന്തോഷത്തിന്റെ മുകളിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സമയത്തെ മനസ്സോടെ ബഹുമായ രക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ പേർക്ക് നാമത്തിൽ കൊടുക്കുമ്പോൾ അവരുടെ അപേക്ഷകളുടെ കാര്യങ്ങളിൽ നിന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് കൃപാവണ്ണം നിവൃത്തി ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തെ ഞങ്ങൾക്ക് തരണമേ. സ്തോത്ര പരിപാടി എടുക്കാവുന്നതാണ്. ഞാൻ 188.
കർത്താവേ, അവിടുത്തെ കൃപ ഇത്രത്തോളം വ്യാപരിച്ചതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തട്ടെ. നീ ആരാധിപ്പാൻ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളിപ്പോൾ ലോകത്തിലേക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ, ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ എവിടെയോ അവിടെയെല്ലാം അവിടുത്തെ തിരുഹിതത്താൽ ഞങ്ങളെ കാവൽ ചെയ്ത് പരിപാലിക്കണമേ. വീണ്ടും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാഥ, അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാട്ടെ. മസിഹാ തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടെ പോകാം. ആമേൻ.